ചക്രവാള സീമകൾക്കപ്പുറത്ത് സൂര്യൻ പ്രഭയോടെ പ്രതിജ്വലിച്ചുകൊണ്ട് ഓരോ ദിനങ്ങളും കടന്നു പോകുന്നു. ഫുട്ബോൾ ആരാധകർ തങ്ങളുടെ ഏറ്റവും വലിയ വിരുന്നിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യുഗത്തിൻ്റെ അവസാന പദചിഹ്നമായ കാലുകൾ പുൽത്തകിടുകളിൽ പതിയുമ്പോൾ ലോകം അയാൾക്കായി കരങ്ങളുയർത്തുകയാണ്. അയാളെ ഇന്നും അപൂർണനാക്കുന്നത് ആ സ്വർണ്ണപ്പട്ടകം മാത്രമാണ്. ഫുട്ബോളിനെ തൻ്റെ വലങ്കാലിൽ ആവാഹിച്ച റോണോ അതേ ഉശിരോടെ, അതേ പ്രാപ്തിയോടെ, ഉറച്ച നിലപാടോടുകൂടി തൻ്റെ 40കളിൽ ഒരിക്കൽ കൂടെ ലോകകപ്പിൻ്റെ വേദിയിൽ പന്താട്ടത്തിലേക്ക് കടന്നു വരികയാണ്. എന്തോ ഫുട്ബോൾ ആരാധകർക്ക് അയാൾ ആ സ്വർണ്ണ കിരീടം നേടുന്നത് കാണാൻ അത്രമേൽ മോഹമാണ്. സ്വന്തമായി മൈതാനത്ത് മായാജാലങ്ങൾ കാണിക്കുമ്പോൾ കണ്ണുകളിൽ തിളങ്ങിയത് വിജയത്തിൻ്റെ അഹങ്കാരമല്ല, മറിച്ച് പൂർണ്ണമാകാതെ പോയ ഒരു സ്വപ്നത്തിൻ്റെ ഭാരമാണ്. ആ ഭാരത്തിൻ്റെ ബണ്ടമഴിക്കാൻ അയാൾ കഴിയുന്നതെല്ലാം കളിക്കളത്തിൽ എതിരാളികളുടെ മേൽ ചാർത്തിവിടാൻ ആ മനുഷ്യൻ ഒരുക്കമാണ്. ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കേണ്ട വ്യത്യസ്തതയാൽ കൈവരിച്ചു. നേടേണ്ടതെല്ലാം നേടി. എന്തിന്, മറ്റുള്ള താരങ്ങൾ കൊതിക്കും വിധം അയാൾ ഉയർന്നു. പക്ഷേ ആ സ്വർണ്ണ കിരീടം മാത്രം തന്നെ ഇക്കാലമത്രയും പരീക്ഷിച്ചു കൊണ്ടിരുന്നു. അയാൾക്ക് കൽപ്പന്തിനോടുള്ള പ്രായം ഉച്ചസ്ഥായിയിലെത്തിയിരിക്കുന്നു. ഈ ആയുസ്സിൽ തന്നെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആരാധകർക്ക് റോണോ എന്ന പേരിൽ ആർത്തു വിളിക്കാനായ അയാൾ ഒരു അവസരം കൂടെ സൃഷ്ടിക്കാനൊരുങ്ങുകയാണ്. കളിച്ച 5 വേൾഡ് കപ്പുകളിലും നിരാശകൾ അയാളെ വേട്ടയാടി. തൻ്റെ ഫുട്ബോൾ ജീവിതം പൂർണ്ണമാക്കാൻ അയാൾ 6ാമത്തെ അധ്യായം എഴുതി തുടങ്ങാൻ ഒരുങ്ങുകയാണ്. ഇന്നേ വരെ ലോകകപ്പിൽ റൊണാൾഡോ 8 ഗോളുകൾ നേടി. അയാളുടെ പ്രകടനത്തിൽ നിങ്ങൾ തൃപ്തരല്ലെങ്കിൽ ശാന്തമായി കിടക്കുന്ന കടലിനെ ഓർക്കുക. അത് ഏതു നേരവും അലയടിക്കാം. നിങ്ങളുടെ ചിന്തകൾക്കപ്പുറത്ത്, നിങ്ങളുടെ ഭാവനകൾക്കുമപ്പുറത്ത് അയാൾ നെയ്തുകൂട്ടി ഉണ്ടാക്കിയ ഫുട്ബോൾ സാമ്രാജ്യത്തിൽ അവശേഷിക്കുന്ന ആ വേൾഡ് കപ്പും അയാൾക്ക് നിഷ്പ്രയാസം നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഓരോ പരിഹാസങ്ങളെയും കാറ്റിൽ പറത്തി പലതും തെളിയിച്ചതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അയാളുടെ പ്രകടനങ്ങളാൽ വിമർശകർ മൂകരായതാണ്. പ്രായം നിങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? എങ്കിൽ ഫുട്ബോൾ ലോകത്തിന് മുമ്പിൽ പ്രായം വെറും അക്കം മാത്രമാണെന്ന് തെളിയിച്ചതും ഇതേ മനുഷ്യൻ തന്നെയാണ്. ഇത്രയോളം ദൈവം കനിഞ്ഞഗ്രഹിച്ച് മനുഷ്യന് വേൾഡ് കപ്പ് എന്നത് സ്വപ്നമാക്കാൻ ദൈവം പോലും മടിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം വിരിയാൻ പോകുന്നത് 2026 വേദിയിലാണ്. അയാളിൽ നിന്നും കെടാത്തൊരു കനൽ അവശേഷിക്കുന്നുണ്ട്. ആ കനലിൻ്റെ പ്രതിജ്വലനത്തിൽ ഒരു അഗ്നി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക. കാരണം റൊണാൾഡോയുടെ കഥകളിലൊന്നും തിരിച്ചുവരവിൻ്റെ കൊൾമരിക്കൊള്ളിക്കുന്ന കഥകളാണ്. ഒരുപാട് പ്രതീക്ഷകളോടെ നമുക്ക് കാത്തിരിക്കാം. തുറിച്ചു നോക്കുന്ന കണ്ണുകളും മുഖത്ത് തുപ്പാനൊരുങ്ങുന്ന വായും ഒരു അടക്കത്താൽ ഒടുക്കമാകണം. പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരും നിങ്ങളുടെ ആയുസ് അയാൾ സ്വർണ്ണക്കിരീടത്തിൽ ചുംബിക്കുന്നതുവരെയുള്ളൂ എന്ന കാര്യം ഓർക്കുക. മരണം മുന്നിൽ കണ്ട് പോരാടുന്ന ഒരു സൈനികനെ പോലെ അയാളും അയാളുടെ പടയാളികളും കളിക്കളത്തിലേക്ക് ബൂട്ടുകെട്ടി ഇറങ്ങുമ്പോൾ എതിർത്തു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ദൈവത്തിൻ്റെ കനിവുള്ള വിധിക്കായി ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ്. റെക്കോർഡുകൾ അയാളുടെ പിന്നാലെ നടന്നവയാണ്. ഗോളുകൾ അവൻ്റെ കാൽവഴി ചരിത്രത്തിലേക്ക് ഒഴുക്കിയവയാണ്. കപ്പുകൾ അയാളുടെ സ്വർണ്ണത്തിളക്കമുള്ള ഓർമ്മകളായി മാറിയവയാണ്. അയാളുടെ കാലുകൾ ഇനി പഴയ പോലെ വേഗമല്ലെന്ന് ലോകം പറയുന്നു. പക്ഷേ അയാളുടെ കണ്ണുകളിൽ അവ ഇപ്പോഴും വിശപ്പുള്ള സിംഹത്തെപ്പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനത്തെ ആട്ടത്തിന് ഒരിക്കൽ കൂടെ ആ മനുഷ്യൻ വരവറിയിക്കുമ്പോൾ എല്ലാം ഒരു സുഫലമായി അവസാനിക്കട്ടെ എന്ന മൊഴിയിൽ ഹൃദയം 1000 വട്ടം മന്ത്രിക്കുന്നു.